കേരളത്തിലെ ഒരു യൗവനക്കാരൻ കിളിയൂരെന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയൊരു സംഭവം നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടെ കേൾക്കുകയും അതിനെക്കുറിച്ചൊന്ന് കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് ആ യൗവനക്കാരൻ്റെ ഡയറിയിൽ എഴുതി വച്ചിരുന്ന ചില വരികളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്രകാരമാണ്: വെയിലുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. പെട്ടെന്ന് ആകാശത്തെ പിളർത്തിക്കൊണ്ട് ഒരു ഇടിമിന്നൽ മുഴങ്ങി. ആകാശം പച്ച നിറമായി. മരപ്പത്തിലിരുന്ന മൂങ്ങ ഭയത്താൽ വിറച്ചു. ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ മാഞ്ഞു. അക്കങ്ങൾ കൊണ്ട് കളിക്കുന്ന പ്രേതത്തിൻ്റെ ശബ്ദം ആ പരിസരമാകെ മുഴങ്ങി. മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് കളിക്കുന്ന ഒരു പ്രേതത്തിൻ്റെ ശബ്ദം. ഇത് മെഡിക്കൽ സയൻസിന് പഠിക്കുവാൻ കടന്നുപോയി ആ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു യൗവനക്കാരൻ്റെ ഡയറിയിൽ എഴുതി വെച്ച കുറിപ്പാണ്. എന്തുകൊണ്ടാണ് യൗവനക്കാർ ഇപ്രകാരമുള്ള സാത്താൻ സേവ പോലെയുള്ള മന്ത്രവാദങ്ങളിലേക്കും മയക്കുമരുന്നുകളിലേക്കും മദ്യത്തിലേക്കും അതുപോലെ തന്നെ മൊബൈൽ ഫോണിനെ അതുപോലെ തന്നെ പ്രേമനൈരാശ്യങ്ങൾക്ക് പിന്നീടുള്ള മൊബൈൽ ഗെയിമുകൾക്ക് അഡിക്റ്റ് ആയിക്കൊണ്ട് തങ്ങളുടെ ജീവിതത്തെയും ഒരു കുടുംബത്തെ തന്നെ ശിഥിലമാക്കുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ സംഭവം നടന്നത് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ്. അതായത് സഭയിലെ ആ അംഗങ്ങളായിരിക്കുന്ന, ഇല്ലെങ്കിൽ ആ സഭയിൽ യൂത്ത് മീറ്റിങ്ങിലും മറ്റും ആർജവത്തോടെ പ്രസംഗിക്കുന്ന, പാട്ടുകൾ പാടുന്ന നല്ല കഴിവുള്ള ഒരു യൗവനക്കാരൻ. പക്ഷേ ആ കുടുംബത്ത് വളരെ വിചിത്രമാകുന്ന, ആരെയും ഭയപ്പെടുത്തുന്ന ഒരു സംഭവം നടക്കുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് ഇപ്രകാരം ദൈവത്താൽ നയിക്കപ്പെടുന്നുവെന്ന് പറയുന്ന, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്ന, സഭകളിൽ കൂടി വരുന്ന, കർത്താവിൻ്റെ ഉപദേശം പഠിപ്പിക്കുന്ന, ജനങ്ങളെ നേർവഴിക്ക് നടത്തുന്ന, തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സഭകളിൽ ഇല്ലെങ്കിൽ കുടുംബങ്ങളിൽ ഇപ്രകാരമുള്ള പ്രവണതകൾ ഉണ്ടാകുന്നതിൻ്റെ കാര്യമെന്താണ്? ഞാനത് വളരെയധികം ആശ്ചര്യത്തോടു കൂടി നോക്കിക്കാണുകയാണ്. ദൈവത്തിൻ്റെ വചനം എല്ലാ ആഴ്ചയും കേൾക്കുന്ന, സഭകളിൽ അംഗമായിരിക്കുന്ന കുടുംബത്തിൻ്റെ ഉള്ളറകളിൽ എങ്ങനെ ഇപ്രകാരമുള്ള സാത്താന്യ സേവകൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ഈ കാലഘട്ടത്തിലെ യൗവനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം കേരളം ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം നടന്ന കൊലപാതകങ്ങൾ, മദ്യത്തിനും മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്ന കുട്ടികളെക്കുറിച്ചുള്ള വാർത്തകൾ, അതുപോലെ തന്നെ മറ്റ് ആത്മഹത്യകൾ, പിന്നീടുള്ള ഗുണ്ടാ വിളയാട്ടങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ കേരളത്തിലെ യൗവനത്തെ നമ്മൾ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു യൗവനക്കാരൻ അവൻ്റെ 15 വയസ്സിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ തന്നെ അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണിൻ്റെ മാറ്റങ്ങൾ, അവൻ്റെ ജീവിതത്തിലുള്ള നോട്ടം, നടപ്പ്, ഇരിപ്പ് എല്ലാത്തിലും ഒരു വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ ഇത് മനസ്സിലാക്കാതെ ജീവിക്കുന്ന മാതാപിതാക്കളും അപ്രകാരമുള്ള സമൂഹവുമാണ് ഇപ്രകാരമുള്ള പ്രവണതകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഒരു ക്രിമിനൽ സ്വഭാവമുള്ളവനായി മാറുന്നത്, ഒരു നല്ല സ്വഭാവമുള്ളവനായി മാറുന്നത്, മദ്യത്തിനും മയക്കുമരുന്നിന് അടിമയാകുന്നത്, അതുപോലെ തന്നെ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നതൊക്കെയും ഈ യൗവന കാലഘട്ടങ്ങളിലാണ്. അതിന് നമ്മൾ പിന്നെ ഒരു അഡൾട്ട് സ്റ്റേജ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വയസ്സിന് മുകളിലേക്കുള്ള തലമുറകൾ പോലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവരാണ്. കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം തന്നെ ഒരു കുട്ടികൾ ചെന്നെത്തേണ്ടാത്ത മേഖലകളിലേക്ക് അവൻ്റെ മനസ്സിനെയും അവൻ്റെ കണ്ണിനെയും കാതിനെയും എല്ലാം കൊണ്ടുചെന്നെത്തിക്കത്തക്ക രീതിയിൽ സോഷ്യൽ മീഡിയ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 10,000-കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള സംഭവങ്ങൾ പോലും അവൻ്റെ കൈപ്പിടിയിൽ ഒതുക്കത്തക്ക രീതിയിൽ, അവൻ്റെ ബെഡ്റൂമിൽ, അവൻ്റെ സ്വകാര്യ ആ ഇടങ്ങളിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റങ്ങൾ, ഇൻ്റർനെറ്റിൻ്റെ കടന്നുകയറ്റങ്ങൾ
മനുഷ്യനെ വല്ലാത്തൊരു തലത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ഇല്ലെങ്കിൽ യൗവനക്കാരെ ഇത് മനസ്സിലാക്കാതെ ജീവിക്കുന്ന മാതാപിതാക്കളും സമൂഹവും ഗവൺമെൻറ്റും ഒക്കെയാണെന്ത് ഇപ്രകാരമുള്ള ആ പ്രവണതകളെ വളർത്തിക്കൊണ്ടുവരുവാൻ കാരണമാകുന്നത്. നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു കുട്ടി, ഒരു അധ്യാപകൻ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യാപകന് നേരെ ചീറിയെടുക്കുന്ന വളരെ പ്രായം കുറഞ്ഞ ഒരു യൗവനക്കാരനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ വീഡിയോ പുറത്തുവിട്ടതിൻ്റെ പേരിൽ ആ സ്കൂളിനെ ഗവൺമെൻറ് ശാസിക്കുകയും അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ കുട്ടിയോടുള്ള ആ മനോഭാവം എപ്രകാരമാണ് സമൂഹത്തിന്, അവനെ അതിൽ തുടരുവാനാണോ നമ്മൾ അനുവദിക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം നമ്മൾ ആ കുട്ടിയോട് ചെയ്യുന്നത്, സമൂഹത്തോട് ചെയ്യുന്നത്, അവൻ്റെ മാതാപിതാക്കളോട് ചെയ്യുന്നത്. അതിൽ തുടരുവാനും ഒരു ചെറിയ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു നോർമൽ അവസ്ഥയിലൂടെ അവനെ കടത്തിവിട്ടിട്ട് വീണ്ടും അവൻ്റെ മനസ്സിൽ കെട്ടിക്കിടക്കുന്ന അപ്രകാരമുള്ള വിദ്വേഷത്തിൻ്റെ വിത്തുകളെ വളർത്തുക എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് അവനെ പിന്നോട്ട് വലിക്കാൻ കാരണമാകുന്ന ഒന്നും തന്നെ സമൂഹം ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പൊതുസമൂഹം അങ്ങനെയാണ്. കാരണം ഇപ്പോൾ എല്ലാവരും തൻ്റെ കാര്യങ്ങളൊക്കെയും നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ആർക്കും മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുവാനുള്ള സമയങ്ങളില്ല എന്നുള്ളതാണ്. 4 മതിലുകളെ കെട്ടി അതിൻ്റെ അകത്ത് സ്വകാര്യമായി ജീവിക്കുന്ന ഒരു കുടുംബം തൊട്ടപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളിൽ പോലും ഇടപെടാതെ സ്വയം ഒതുങ്ങി മറ്റുള്ളവരിൽ നിന്ന് അകന്ന് തങ്ങളുടേതാകുന്ന സ്വകാര്യ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ട് കഴിയുമ്പോൾ സമൂഹത്തിലെ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏകനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏത് രീതിയിലേക്ക് വേണമെങ്കിലും മാറുവാൻ കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ പ്രജൻ എന്ന് പറയുന്ന യൗവനക്കാരൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഉദ്ദേശിച്ച ഇല്ലെങ്കിൽ അദ്ദേഹം ഉന്നം വെച്ചിരുന്ന MBBS എന്ന് പറയുന്ന പഠനത്തിനുണ്ടായ വിഘ്നം, ആ തടസ്സം എന്താണ്? ഒരുപക്ഷെ ആ യൗവനക്കാരൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഫീസ് അടച്ചിട്ടും പരീക്ഷ എഴുതാൻ കഴിയാതെ വന്ന ആ ഏജൻസിയുടെ തട്ടിപ്പ് മുഖാന്തരം തൻ്റെ പഠനം നിന്നുപോയല്ലോ എന്നുള്ള ആ ഒരു ദുഃഖമായിരിക്കും ഒരുപക്ഷെ അവനെ മുറിക്കുള്ളിലേക്ക് നയിച്ചു കൊണ്ടുപോയത്. അതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയാതെ അവൻ്റെ മനസ്സിൻ്റെ ചിന്തകൾ കൊണ്ട് മറ്റേതെങ്കിലും ഒരു രീതിയിൽ അപ്രകാരമുള്ള ഒരു മണ്ഡലത്തിലേക്ക് കടന്നു വരണമെന്നുള്ള അവൻ്റെ ആഗ്രഹമായിരിക്കും അവനെ മന്ത്രവാദത്തിലേക്ക്, സാത്താൻ സേവയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. കാരണം അതിനെക്കുറിച്ചൊരു ചെറിയ ഇൻസിഡൻറ്റ് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോടുകൂടെ താമസിച്ചു കൊണ്ടിരുന്ന, എന്നോടുകൂടെ കളിച്ചു വളർന്ന ഒരു യൗവനക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ BCAയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്രകാരം ഒരു ചെറിയ മന്ത്രവാദത്തിൻ്റെ കെട്ടിലേക്ക് അദ്ദേഹം വീണു പോവുകയാണ്. അങ്ങനെ അദ്ദേഹം നല്ലവണ്ണം പഠിച്ച് BCAയ്ക്ക് അഡ്മിഷൻ എടുത്ത് ഒരു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്രകാരമുള്ള ഒരു ചെറിയ മന്ത്രവാദത്തിൻ്റെ കെട്ടിലേക്ക് വീണു പോവുകയും പിന്നീട് ആ പഠനം തന്നെ ഉപേക്ഷിച്ച് തൻ്റെ ജീവിതം ഒരു മുറിക്കുള്ളിൽ വർഷങ്ങളോളം ചിലവഴിച്ച് അവസാനം മരിച്ചു പോകുന്ന ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. ഇനി എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള ആ യൗവന കാലഘട്ടത്തിലുണ്ടായ ഒരു നിരാശ എന്നെയും കൊണ്ടുവന്ന് എത്തിച്ചത് ഇപ്രകാരമുള്ള പൂജയിലേക്കാണ്, ഇല്ലെങ്കിൽ ഒരു ചെറിയ മന്ത്രവാദത്തിൻ്റെ സ്വഭാവത്തിലേക്കാണ് കൊണ്ടുവന്ന് എത്തിച്ചത്. എന്നാൽ അവിടെ നിന്നും ദൈവത്തിൻ്റെ കൃപയാൽ പുറത്തു വന്ന് ഇന്ന് ഇപ്രകാരമുള്ള യൗവനക്കാർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു ടീച്ചറായി, ഒരു പാസ്റ്ററായി ഞാൻ വർക്ക് ചെയ്യുന്നുള്ളതാണ് എനിക്ക് ഈ സംഭവത്തിൽ ഇടപെട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായത്. ഇപ്രകാരം ഏകാന്തതകളിൽ കഴിയുന്ന, നാശത്തിൻ്റെ വക്കിലേക്ക് പോകുന്ന, പ്രണയത്തിലകപ്പെട്ട, മദ്യത്തിന് മയക്കുമരുന്നിന് അടിമകളായിരിക്കുന്ന, അതുപോലെ തന്നെ മറ്റ് മന്ത്രവാദങ്ങൾക്ക് അഡിക്റ്റായിരിക്കുന്ന ഒരു തലമുറ നമ്മുടെ ചുറ്റുവട്ടത്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു സംഭവത്തിൽ ഈ തലമുറ അഡിക്റ്റായിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തലമുറകൾ അഡിക്റ്റാകുന്ന മൊബൈൽ ഫോണിനാണ്, അതിനുശേഷം പ്രണയത്തിന് അഡിക്റ്റായിരിക്കുന്ന, പിന്നെ മദ്യത്തിന് മയക്കുമരുന്നിനും, ഏറ്റവും ചെറിയൊരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് മന്ത്രവാദത്തിലേക്ക്, അതായത് അവസാനത്തെ ഒരു തലത്തിലേക്ക് കടന്നു പോകുന്നത്. എന്നാൽ ഇപ്രകാരമുള്ള ഈ 4 പ്രവണതകളിലൂടെ കടന്നു പോകാത്ത ഒരു തലമുറയും നമുക്ക് ചുറ്റുമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രണയം, മൊബൈൽ ഫോണ്, മദ്യത്തിനും മയക്കുമരുന്നിനും, അതുപോലെ തന്നെ മന്ത്രവാദങ്ങൾ, ബ്ലാക്ക് മാജിക്ക് പോലെയുള്ള സംഭവത്തിലേക്ക് യൗവനക്കാർ ഓട്ടോമാറ്റിക്കലായിട്ട് കടന്നു പോകാറുണ്ട്. അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസും അവരെ ശ്രദ്ധിക്കാതിരിക്കുന്ന മാതാപിതാക്കളും ടീച്ചേഴ്സും സമൂഹവും ഇനി ഒരു സഭയിലേക്ക് കടന്നു പോകുന്നതിൻ്റെ അവിടുത്തെ പുരോഹിതന്മാരുമാണ്. കാരണം
ഒരു യൗവനക്കാരന് അവൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവനൊരു റൂമും ഇൻ്റർനെറ്റിൻ്റെ ഫെസിലിറ്റീസും ഇല്ലെങ്കിൽ മൊബൈൽ ഫോണും അവനെ കൊടുത്തിട്ട് അവൻ്റെ സ്വകാര്യതയിലേക്ക് ഞാൻ കടന്നു കയറാറില്ല, അവനൊരു വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ എന്താണ് അവൻ്റെ വഴിയിലേക്ക് തള്ളിവിടുന്ന മാതാപിതാക്കൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. ഇന്ന് മാതാപിതാക്കൾക്ക് തലമുറകളെ ശ്രദ്ധിക്കുവാൻ കഴിയാതെ വരുന്നതിൻ്റെ കാര്യം അവരുടെ സ്വകാര്യ ജീവിതമാണ്. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റിലും കുടുങ്ങിക്കിടക്കുന്ന മാതാപിതാക്കൾ, ഇല്ലെങ്കിൽ മറ്റ് സ്വകാര്യമാകുന്ന ചില സംഭവങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന, ഇല്ലെങ്കിൽ തിരക്കിൽ കുടുങ്ങിക്കിടക്കുന്ന മാതാപിതാക്കൾ തലമുറകളെ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നു. ഇനി അപ്രകാരം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ ഏതെങ്കിലും പോൺ പോലെയുള്ള സംഭവങ്ങൾക്ക് അഡിക്റ്റ് ആണെങ്കിലും മദ്യത്തിന് മയക്കുമരുന്നിന് അഡിക്റ്റ് ആണെങ്കിലും അവരുടെ ജീവിതത്തെ മറ്റുള്ള കൗൺസിലേഴ്സിൻ്റെയോ ടീച്ചേഴ്സിൻ്റെയോ അതുപോലെ തന്നെ പുരോഹിതന്മാരുടെ അടുക്കൽ തുറന്ന് പറയാൻ കാണിക്കുന്ന ഒരു വിമുഖതയുണ്ട്. തങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം നഷ്ടപ്പെട്ടു പോകുമോ? ഇപ്രകാരം സന്തോഷത്തോടെ സമാധാനത്തോടെ സമൂഹത്തിൽ മാനാഭിമാനത്തോടെ ജീവിക്കുന്ന തങ്ങളുടെ കുടുംബത്തിൽ ഇപ്രകാരമുള്ള തലമുറകളുണ്ട് എന്ന് മറ്റുള്ളവരോട് തുറന്നു പറയാനുള്ള മടിയാണ് ഒരു പരിധിവരെ ഇപ്രകാരമുള്ള തലമുറകൾക്ക് വളം വെച്ച് കൊടുക്കുന്നത്. ഞാൻ ദയവ് ചെയ്ത് മാതാപിതാക്കളോട്, യൗവനക്കാരുള്ള മാതാപിതാക്കളോട്, സഭയിൽ കടന്നു പോകുന്നവരോട്, രക്ഷകർത്താക്കളോട് വളരെ വ്യക്തമായും ഹൃദ്യമായും കരം കൂപ്പിക്കൊണ്ട് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ കുഞ്ഞിൽ അസാധാരണമാകുന്ന ഒരു സ്വഭാവം പ്രകടമാകുന്ന മാത്രയിൽ തന്നെ ഒരു മിനിറ്റ് പോലും വൈകാതെ അടുത്തുള്ള ഒരു കൗൺസിലിംഗ് സെൻറ്ററിലോ അതുപോലെ തന്നെ ഒരു നല്ല മനഃശാസ്ത്ര വിദഗ്ധനെയോ അല്ലെങ്കിൽ അപ്രകാരം കൗൺസിലിംഗ് കൊടുക്കുന്ന പുരോഹിതന്മാരെയോ ഒക്കെ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. ഇനി അവനിൽ ഒരു വല്ലാത്ത പ്രവണത, ആ ക്രിമിനൽ സ്വഭാവമുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ അവനെ കൊണ്ടുചെന്നെത്തിക്കേണ്ടത് ആവശ്യമാണ്. അവന് വേണ്ടുന്ന കൗൺസിലിംഗ് കൊടുക്കണം, മതപരമാകുന്ന ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കണം. മാതാപിതാവ് എന്ന നിലയിൽ അവന് വേണ്ടുന്ന പത്യോപദേശങ്ങളെ നിങ്ങൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഒരിക്കലും 1, 2, 3 ദിവസത്തിൽ കൂടുതൽ ഒരു യുവാവ് ഒരു മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനേതെങ്കിലും ഇപ്രകാരമുള്ള ഒന്നിൽ അവൻ കുടുങ്ങിക്കിടക്കുകയാണ്. ഒന്ന്, മൊബൈൽ ഗെയിമിന് അഡിക്റ്റായിരിക്കാം, അല്ലെങ്കിൽ ഫോണിന് അവൻ അഡിക്റ്റായിരിക്കാം, ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഇതുപോലെയുള്ള മന്ത്രവാദങ്ങൾക്ക് അല്ലെങ്കിൽ സാത്താൻ സേവകൾക്ക് അവൻ അഡിക്റ്റായിരിക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടിയുമായിട്ട് അവന് ഒരു ബന്ധമുണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കാം. അതുകൊണ്ട് 3 ദിവസത്തിൽ കൂടുതൽ ഒരു യൗവനക്കാരനൊരു മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ യൗവനക്കാരനെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അവനെ തിരിച്ചറിഞ്ഞ് അടുത്ത കൗൺസിലിംഗ് സെൻറ്ററിലോ പോലീസ് സ്റ്റേഷനിലോ ഡോക്ടറെ അടുക്കലോ ഇനി നല്ല മതപുരോഹിതന്മാരുടെ അടുക്കലോ ഒക്കെ കൊണ്ടുചെന്ന് അവന് വേണ്ടുന്ന കൗൺസിലിങ്ങുകൾ കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അവനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരണം. നമ്മുടെ മാനവും അഭിമാനവും നോക്കി അത് മറച്ചു വെക്കുന്ന കാലത്തോളം നമ്മൾ അവനെ ഒരു ചതിക്കുഴിയിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. അവനെ ഒരു ക്രിമിനൽ സ്വഭാവത്തിന് അഡിക്റ്റാക്കി മാറ്റുകയാണ് നമ്മൾ മാതാപിതാക്കൾ ചെയ്യുന്നത്. പിന്നീട് ടീച്ചേഴ്സ് അതുപോലെ തന്നെ പുരോഹിതന്മാരൊക്കെയും ഈ കാലഘട്ടത്തിൽ എന്തിനാണ് തങ്ങൾ ഇപ്രകാരമുള്ള ഒരു തലവേദന എടുത്തു വെക്കുന്നത്? അവരുടെ പാടായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും എന്താണ് സമൂഹത്തിൽ നിലകൊള്ളരുത്. കാരണം സമൂഹത്തിൽ വളരുന്നവൻ അവൻ്റെ കുടുംബത്തിന് മാത്രമല്ല, നാളെ ആ സമൂഹത്തിന് തന്നെ ഭാരമാകുമ്പോൾ അവൻ നമുക്കും ഭാരമാവുകയാണ്. അതുകൊണ്ട് ഒരു ടീച്ചർ എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ഒരു പാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി, ഒരു പോലീസുകാരന്, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്, അതുപോലെ മാതാപിതാക്കൾ, മറ്റ് സമൂഹത്തിലെ ഉന്നതരായിരിക്കുന്നവർ, അതുപോലെ തന്നെ ഗവൺമെൻറ്റുകൾ, മിനിസ്റ്റേഴ്സ്, MLA മാർ, MP മാർ, ഇവർക്കൊക്കെ സമൂഹത്തോട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്രകാരമുള്ള കൗൺസിലിങ്ങുകളും ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെയും നടത്തി തലമുറകളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം, സമൂഹത്തെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. നമ്മൾ പലപ്പോഴും കേരളത്തിലെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവണതയെപ്പറ്റി നമ്മൾ ചിന്തിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിർമ്മാർജ്ജനമല്ല, മദ്യവർജനമാണ് നമ്മുടെ ആപ്തവാക്യമെന്ന് പലപ്പോഴും കേരള ഗവൺമെൻറ് പറയാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യം നമുക്ക് വർജിക്കണം. എങ്ങനെ? സ്വയം വർജിക്കണം. അപ്പോൾ മയക്കുമരുന്ന് നമ്മൾ സ്വയം വർജിക്കണം. ഇങ്ങനെ നമ്മൾ സ്വയം വർജിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് നമുക്കെന്താണ് ഒരു ഉപദേശം ഗവൺമെൻറ് തരികയാണ് ചെയ്യുന്നത്. പക്ഷെ വളരെ വ്യക്തമായും ഞാൻ പറയട്ടെ, ഇപ്രകാരമുള്ള ആസക്തികളെ ജയിക്കുവാനായിട്ട് ഒരു യൗവനക്കാരന് അവൻ്റെ ജീവിതത്തിൽ വളരെ പരിമിതികളുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു കൊച്ചുകുട്ടി അവൻ്റെ ജീവിതത്തിൽ അവന് യൗവന കാലഘട്ടത്തിൽ അവൻ ചെയ്യുന്ന എല്ലാം ഒരു ഹീറോയിസം പോലെയാണ് അവന് തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, അവൻ മദ്യം കഴിച്ചാലും, അവൻ മയക്കുമരുന്ന് കഴിച്ചാലും, ഒരു ഫോണിന് അഡിക്റ്റ് ആയാലും, അതുപോലെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലകപ്പെട്ടാലും അവനതൊരു ഹീറോയിസമായി കണക്കാക്കുന്ന യൗവന കാലഘട്ടത്തിൽ അതവൻ വർജിക്കുവാനല്ല
ആർജിക്കുവാനാണ് ശ്രമിക്കുന്നത്. ഇത് വളരെ കാലഘട്ടം ടീച്ചറായി ജോലി ചെയ്ത കൗൺസിലിംഗ് സെൻ്ററുകളിൽ അംഗമായിരുന്ന അനേക യൗവനക്കാർക്ക്, ആയിരക്കണക്കിന് യൗവനക്കാർക്ക് ക്ലാസ് എടുക്കുന്ന, അപ്രകാരമുള്ള യൗവനക്കാർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ, ഒരു പുരോഹിതൻ എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത്, ഒരു കുട്ടി ഈ യൗവന കാലഘട്ടത്തിൽ ഒന്നിനെയും വർജിക്കുവാനല്ല ആർജിക്കുവാനുള്ള മനോഭാവമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഇത് വർജിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മുമ്പിലേക്ക് ഇത് ഇട്ടുകൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് അവനെ ഇത് വർജിക്കുവാനുള്ള ഒരു മനസ്സിനുടമയാക്കി മാറ്റുകയല്ല, അവനെ ആർജിക്കുവാനുള്ളൊരു മനോഭാവമുള്ളവനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മദ്യവർജനമല്ല അത്, നിർമ്മാർജ്ജനമല്ല, അത് വർജിക്കണമെന്ന് സമൂഹത്തോട് പറയുമ്പോൾ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന 100-ൽ ഒറ്റ ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളെന്നാണ്. ഇല്ലെങ്കിൽ ഒരു 5 പേർ കഴിഞ്ഞെന്നിരിക്കും. ബാക്കി 95 പേരും ഇത് സുലഭമായി ലഭിക്കുന്നിടത്ത് ഇത് ആർജിക്കുവാൻ ശ്രമിക്കുമ്പോൾ 5 പേര് മാത്രമാണ് ഇത് വർജിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അത് സ്വയം തീരുമാനിക്കുന്നതല്ല, മറ്റുള്ള ബാഹ്യ ഫോഴ്സുകളുടെ നിമിത്തമാണ് പലരും എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ വർജിക്കുവാനായിട്ടിടയായിത്തീരുന്നത്. മറിച്ച് ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു ക്രിസ്ത്യാനിയാകുമ്പോൾ, എസ്പെഷ്യലി ഒരു പെന്തക്കോസ്തുകാരനാകുമ്പോൾ, അത് വർജിക്കണമെന്ന് അവിടെ ഫോഴ്സ് ചെയ്ത് അവനെ പഠിപ്പിക്കുമ്പോഴാണ് പുകവലിയ, മുറുക്ക്, മദ്യപാനം, സിനിമയൊക്കെ ഉപേക്ഷിക്കുന്നത്. ഇനി അത് യഥേഷ്ടം ചെയ്യാൻ പറ്റുന്ന അനേക സഭകളുണ്ട് അല്ലേ. ഇപ്പോൾ നമുക്കൊരു കത്തോലിക്ക സഭ എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ് ഇപ്രകാരമുള്ള പഠിപ്പിക്കലുകൾ ഉണ്ടോ എന്ന് എനിക്കറിയാറില്ല. കാരണം ഞാൻ അപ്രകാരമുള്ള സഭയിൽ വർഷങ്ങളോളം അംഗമായിട്ടിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ മദ്യപിക്കാറുണ്ടായിരുന്നു, പുകവലിക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ സിനിമ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഇതൊക്കെ വർജിക്കണമെന്ന് നിർബന്ധമായി ആ സഭയിലുള്ള വിശ്വാസിയോട് പറയുന്നത്, അല്ലാതെ പറയാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇത് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത് കളയുക തന്നെ ചെയ്യണം. ഒരു സമൂഹത്തിൻ്റെ രക്ഷയ്ക്കായി ആ സമൂഹത്തിന് ദോഷകരമായി ബാധിക്കുന്ന ഒന്നിനെ നമ്മൾ നിലനിർത്താതെ അതിനെ നിർമ്മാർജ്ജനം ചെയ്ത് കളയുന്നുവെങ്കിൽ ഇപ്രകാരമുള്ള 10,000-കണക്കിന് ആളുകളെ, യൗവനക്കാരെ നമുക്ക് അതിൽ നിന്ന് മോചിപ്പിക്കുവാനും അവർക്ക് സമൂഹത്തിൻ്റെ ഭാഗമായിരിക്കുവാനും കഴിയും. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, സമൂഹത്തെ പീപ്പിൾ ആസ് എ റിസോഴ്സ്. ഒരു രാജ്യത്തിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത്, ഒരു സമൂഹത്തിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത് അവിടുന്ന് ലഭിക്കുന്ന ആ സ്വർണമോ വെള്ളിയോ ഇരുമ്പോ അലുമിനിയോ സ്റ്റീലോ മറ്റ് ഇതര ധാതു പദാർത്ഥങ്ങളോ അല്ല ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ റിസോഴ്സ് എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ റിസോഴ്സ് എന്ന് പറയുന്നത് പീപ്പിളാണ്, അല്ലെങ്കിൽ ജനങ്ങളാണ് അവിടുത്തെ യഥാർത്ഥ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പീപ്പിൾ ആസ് എ റിസോഴ്സ്, ജനങ്ങൾ ഒരു റിസോഴ്സ് ആയിരിക്കുമ്പോൾ, ഒരു ഉറവിടമായിരിക്കുമ്പോൾ, ആ ഉറവിടത്തെ കെടുത്തിക്കളയുന്ന എല്ലാ ബാഹ്യ ശക്തികളിൽ നിന്നും ആ ഉറവിടത്തെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിന് ഒരു ഉറവിടം, ഒരു ജലത്തിൻ്റെ ഉറവിടം നമ്മൾ കണ്ടെത്തുമ്പോൾ ആ ജലത്തിൻ്റെ ധാരയെ തടഞ്ഞു നിർത്തുന്ന ഏതെങ്കിലും ഒന്ന് അവിടെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ തട്ടിമാറ്റിയിട്ട് ആ ജലത്തിന് യഥേഷ്ടം ഒഴുകുവാനുള്ളതാകുന്ന ഒരു വഴി തുറന്നു കൊടുക്കുന്നത് പോലെ ഒരു സമൂഹത്തിൽ ജനങ്ങൾ റിസോഴ്സ് ആയിരിക്കുമ്പോൾ, ഒരു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് ജനങ്ങൾ റിസോഴ്സ് ആയിരിക്കുമ്പോൾ അവൻ്റെ ടാലൻറ്റുകളെ കണ്ടെത്തിയിട്ട്, അവൻ്റെ കാലിബറിനെ, കപ്പാസിറ്റിയെ കണ്ടെത്തിയിട്ട് ആ ജനറേഷനെ ഇല്ലെങ്കിൽ ആ ജനത്തെ യഥാർത്ഥമാകുന്ന ഒരു റിസോഴ്സായി സമൂഹത്തിന് ഉപയോഗിക്കണമെങ്കിൽ അവൻ ഒരു വീക്ക് കമ്മ്യൂണിറ്റി ആകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അല്ലേ. ഈ പീപ്പിൾ ആസ് എ റിസോഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്ന അവൻ വീക്കായിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ജപ്പാന്, ചൈന എന്നൊക്കെ പറയുന്ന രാജ്യങ്ങൾ പീപ്പിളിനെ റിസോഴ്സായി കണ്ടുകൊണ്ട് അവരുടെ പഠനത്തിന് ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും അത് സൗജന്യമായിട്ട് കൊടുക്കുവാൻ ശ്രമിക്കുന്നത്. അവനെ ഡോക്ടറാക്കി മാറ്റുക, എഞ്ചിനീയറാക്കി മാറ്റുക, മറ്റ് സമൂഹത്തിലെ ഒരു ആർമിയിലേക്ക് അവനെ പ്രവേശിപ്പിക്കുക, കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം കൊടുക്കുക, അതുപോലെ തന്നെ ടെക്നോളജികൾ വളർത്തിയെടുത്തുക, മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ അവനെ പഠിപ്പിക്കുക, അവനെ ഡോക്ടറും നേഴ്സുമാക്കി മാറ്റുക. ഇങ്ങനെ പീപ്പിളിനെ റിസോഴ്സാക്കി മാറ്റുന്ന ഒരു രാജ്യത്തിന് മാത്രമേ മുമ്പോട്ട് കുതിക്കാൻ കഴിയത്തുള്ളെന്നും നമ്മുടെ മുമ്പിലുള്ള വികസ്വര രാജ്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമൂഹത്തെ പിന്നോട്ട് തള്ളിവിടുന്ന, നമ്മുടെ റിസോഴ്സായിരിക്കുന്ന ജനങ്ങളെ വീക്കാക്കി കളയുന്ന മദ്യവും മയക്കുമരുന്നും പോണും അപ്രകാരമുള്ള മന്ത്രവാദമൊക്കെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ഗവൺമെൻറ് തുടച്ചു മാറ്റുമ്പോൾ ആ സമൂഹം ഒരു ബലമുള്ള സമൂഹമായി, ആ റിസോഴ്സ് ഏറ്റവും നല്ലവണ്ണം ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് സമൂഹവും ഗവൺമെൻറ്റും ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്.
അല്ലേ? കുടുംബങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം, സഭകൾ ഉണർന്ന് പ്രവർത്തിക്കണം. സഭയിൽ പാട്ട് പാടിയതുകൊണ്ടോ, സഭയിൽ സൺഡേ സ്കൂളിൽ പ്രസംഗിച്ചത് കൊണ്ടോ, യൂത്ത് മീറ്റിങ്ങിന് പ്രസംഗിച്ചത് കൊണ്ടോ, പ്രബോധനം പറഞ്ഞതുകൊണ്ടോ ഒരു യൗവനക്കാരൻ എല്ലാ കാലവും ആ വഴികൾ തന്നെ നടക്കണമെന്നില്ല. ഓരോ സമയവും ഒരു ദൈവദാസൻ അവനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് ഇടയന്മാരുടെ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. ആട്ടിൻകൂട്ടം, അതായത് മേച്ചിൽപ്പുറങ്ങളിലെ ആട്ടിൻകൂട്ടങ്ങളെ ചിതറിക്കുന്നവരാകുന്ന ഇടയന്മാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശത്രുക്കൾ ഒരാടിനെ പിടിക്കാൻ വരുമ്പോൾ അതിനെ പിടിച്ചു പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കീറിപ്പറിച്ച് അതിനെ ശത്രു കൊണ്ടുപോകുമ്പോൾ അത് പോകട്ടെ, ബാക്കിയുണ്ടല്ലോ എന്ന് ആശ്വസിക്കുകയല്ല ഒരു ദൈവദാസൻ എന്ന നിലയിൽ ചെയ്യേണ്ടത്. ആ സഭയിൽ എത്ര ആടുകളുണ്ടെങ്കിലും ആ ആടുകളെ എല്ലാം എന്താണ്, ഒരു ശത്രുവും പിടിച്ചുകൊണ്ട് പോകാതെ അവരെ പരിപാലിക്കുന്ന ഇടയന്മാരായിരിക്കേണ്ടതിന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഒരിക്കൽ ഒരു സിംഹവും ഒരു കരടിയും എൻ്റെ അപ്പൻ്റെ ആടുകളെ എന്നിൽ നിന്ന് മോഷ്ടിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ ഞാനതിൻ്റെ പിന്നാലെ പോയി അതിനെ അടിച്ചു കൊന്നിട്ട് അതിൻ്റെ വായിൽ നിന്നും അതിനെ രക്ഷിച്ചെടുത്തു എന്നാണ് ദാവീദ് പറയുന്നത്. പിന്നീട് പറയുന്നത് എന്താണ്, 99 ആടുകളിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയപ്പോൾ 99 എണ്ണത്തെ അവിടെ വിട്ടിട്ട് ഒരെണ്ണത്തെ തേടിപ്പോയ ഒരു വ്യക്തിയുടെ കഥ പറയുന്നുണ്ട്, ഒരു ഇടയൻ്റെ കഥ പറയുന്നുണ്ട്. 10 പണം അവരുടെ കയ്യിലിരുന്നപ്പോൾ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി അതിനെ തേടിപ്പിടിച്ച ഒരു കഥയും ബൈബിളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് സഭയിൽ വരുന്ന ഒരു ചെറിയ പൈതൽ പോലും നഷ്ടപ്പെട്ടു പോകാതെ അവൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു സഭയിലെ പാസ്റ്ററായി ഒരു ദൈവദാസൻ നിലകൊള്ളേണ്ടത് ആവശ്യമാണ്. ഓരോ വ്യക്തിയുടെയും ചലനങ്ങളെ തിരിച്ചറിയണം. ഓരോ വ്യക്തിയുടെയും നടപ്പിനെയും ഇരിപ്പിനെയും ചിന്തകളെയും തിരിച്ചറിയുവാനുള്ള കഴിവ് ഒരു ദൈവദാസന് ദൈവം കൊടുത്തിട്ടുണ്ട്. ദൈവവചനത്തിൽ ഉറ്റരിക്കുന്ന, പ്രാർത്ഥനയിൽ ഉറ്റരിക്കുന്ന, ആ ദൈവത്തോട് ചേർന്ന് വസിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിൽക്കുന്ന ഒരു ദൈവദാസന് തീർച്ചയായും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. ആ സഭയ്ക്കുള്ളിൽ നടക്കുന്ന, കുടുംബത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. അപ്രകാരമുള്ള ദൈവദാസന്മാർ ഈ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാഗരൂകരായി പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണിത്. കാരണം പെന്തക്കോസ്ത് കുടുംബങ്ങളുടെ അകത്ത് പോലും അന്യാരാധനകളുടെ, സാത്താൻ സേവകളുടെ ശക്തികൾ വ്യാപരിച്ച് കുടുംബത്തെ ശിഥിലമാക്കി കളയുമ്പോൾ നമുക്ക് ദൈവദാസന്മാർ ഒഴിവുള്ളവരല്ല. തീർച്ചയായും ദൈവസന്നിധി നമ്മൾ കണക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവദാസന്മാർ കേരളത്തിലെ യൗവനക്കാരെ ഓർത്തുകൊണ്ടെന്താണ് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. തെരുവോരങ്ങളിൽ നമ്മൾ വിളിച്ചു പറയുന്ന സുവിശേഷവും പരസ്യവും കൊണ്ട് നമ്മൾ യൗവനക്കാർ രക്ഷപ്പെട്ടു വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട. അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി തങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ആടിനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അവൻ്റെ ജീവരക്ഷയ്ക്കുതകുന്ന എല്ലാ വചനങ്ങളും പത്യവചനങ്ങളും പറഞ്ഞുകൊടുത്ത് അവൻ്റെ കാലുകൾക്ക് ദീപമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അനുദിനവും അവനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവദാസനായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ 6 മാസക്കാലമായി ഒരു ഭവനത്തിൽ, ഇല്ലെങ്കിൽ 6 വർഷക്കാലമായി ഒരു ഭവനത്തിൻ്റെ ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുന്ന ഒരു യൗവനക്കാരനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ഒരു ദൈവദാസൻ ആ സഭയുടെ പരാജയമാണെന്ന് വേണം പറയാൻ. ദൈവരാജ്യത്തിൻ്റെ പരാജയമാണെന്ന് വേണം നമുക്ക് പറയുവാനായിട്ട്. ഓക്കെ, അങ്ങനെ സംഭവിച്ചു തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്താണ്? ആ മാതാപിതാക്കളുടെ പരാജയമാണ് തങ്ങളുടെ കുഞ്ഞിനെ ആ ദൈവവചനത്തിൻ്റെ രീതിയിൽ പഠിപ്പിക്കാൻ കഴിയാതെ പോയത്. ദൈവസഭയിലേക്ക്, ദൈവദാസൻ്റെ അടുക്കലേക്ക് അവൻ്റെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയാതെ പോയത്. അതിന് കൊടുക്കേണ്ടി വന്ന വിലയെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവനാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടമാടുമ്പോൾ സമൂഹമേ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല, ഗവൺമെൻറ് നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ സഭാ വിശ്വാസികളെ, പാസ്റ്റർമാരെ നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. നമുക്ക് സമൂഹത്തോടൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ദൈവവചനപ്രകാരം കരം കോർത്ത് പിടിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. ഇപ്രകാരം മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിരിക്കുന്ന, തകർന്നു പോകുന്ന യൗവനക്കാരെ നമുക്ക് നേടിയെടുക്കുവാൻ നമ്മളെന്താണ് അഹോരാത്രം പണിയെടുക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ പണിയെടുക്കുന്നുവെങ്കിൽ, നമ്മളതിനു വേണ്ടി ജാഗരൂകരായി കാത്തിരിക്കുന്നുവെങ്കിൽ ഇപ്രകാരമുള്ള 10,000-കണക്കിന് യൗവനക്കാരെ നമുക്ക് ദൈവരാജ്യത്തിന് വേണ്ടി നേടുവാൻ കഴിയും, സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ കഴിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ വിശ്വാസിയാണ്. ഞാൻ ഒരിക്കലും ഇപ്രകാരമുള്ള, എൻ്റെ തലമുറ ഇപ്രകാരമുള്ള കാര്യത്തിലേക്ക് പോകില്ല. അതുകൊണ്ട് അവൻ സുരക്ഷിതനാണെന്ന് മനക്കോട്ട കെട്ടിക്കഴിയുന്ന വിശ്വാസികളോട് എനിക്ക് പറയുവാനുള്ളത്, 100 കണക്കിന് മാതാപിതാക്കളുടെ പ്രാർത്ഥനകൾ ഞങ്ങളോട് പറയുന്നത് ഏറ്റവും വലിയ കാര്യം, ഞങ്ങളുടെ മകൻ ഞങ്ങളെ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ്. ഫോണുകളിലൂടെ നിരന്തരം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ പറയുന്നത് അവനൊരു പ്രണയക്കെണിയിലാണ്, അവനൊരു മുറിക്കകത്താണ്, അവൻ ഫോണിന് അഡിക്റ്റാണ്, അവൻ അതുപോലെ തന്നെ ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നു, അവൻ കൂട്ടുകാരോടുകൂടി സിനിമയ്ക്ക് പോകുന്നു, അവൻ മദ്യം കഴിക്കുന്നുവെന്ന് വിശ്വാസികളാകുന്ന മാതാപിതാക്കൾ നമ്മളെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്. കാരണം
അവർ പറയുന്നൊരു കാര്യം ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര കിലോമീറ്റർ ദൂരെ നിന്നും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ഛത്തീസ്ഗഡിനെ വിളിക്കുകയാണ്, ഇല്ല പഞ്ചാബിനെ വിളിച്ച് അവിടെ ആയിരിക്കും ദൈവദാസനോട് വിവരങ്ങൾ പറയുമ്പോൾ അവരുടെ സഭയിലുള്ള ദൈവദാസനോട് അവർ മറച്ചു വെക്കുകയാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദൈവദാസനോടോ നിങ്ങളുടെ സെൻട്രൽ പാസ്റ്ററോടോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ കഴിയാതിരിക്കുന്നത്? അപ്പോൾ അവരൊക്കെ പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കാലങ്ങളായി വിശ്വാസത്തിൽ നിൽക്കുന്നവരാണ്, ഞങ്ങൾ ഉപവസിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, സഭയിൽ ഞങ്ങൾക്ക് ചില ഞങ്ങൾക്ക് ചില സ്ഥാനമാനങ്ങളുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം അവിടെ പറഞ്ഞാൽ മറ്റ് വിശ്വാസികൾ എന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് കിലോമീറ്ററുകൾ ഇരിക്കും ദൈവദാസനെ വിളിച്ച് പ്രാർത്ഥിച്ച് അവരെന്ത് ചെയ്യുകയാണ്, പ്രശ്നത്തിന് പരിഹാരം തേടുകയാണ് ചെയ്യുന്നത്. പ്രിയ ദൈവമക്കളെ, ഞാൻ അവരോട് പറയും, നിങ്ങൾ കാണിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. കാരണം നിങ്ങളെ വഴി നടത്തേണ്ടുന്നതിന് വേണ്ടി നിങ്ങളുടെ സഭയിലാക്കി വെച്ചിരിക്കുന്ന ദൈവദാസനെ അറിയിക്കാതെ കിലോമീറ്ററുകൾ അപ്പുറമുള്ള ഒരു ദൈവദാസൻ, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാത്ത, ഒരിക്കലും നിങ്ങൾക്ക് വചനം പറഞ്ഞു തരാത്ത ഒരു ദൈവദാസനെ വിളിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾ ദൈവരാജ്യത്തോടും നിങ്ങളുടെ മകനോടും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചറിയണമേ, കിലോമീറ്ററുകൾ അപ്പുറത്തിരിക്കുന്ന പ്രവാചകനോ ഇല്ലെങ്കിൽ ഒരു രോഗസൗഖ്യദായകനോ അല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം. നിങ്ങളുടെ സഭയിലിരിക്കുന്ന ദൈവദാസനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. നിങ്ങൾ എത്ര വലിയ പ്രശ്നമുണ്ടായാലും, സമൂഹത്തിന് മുമ്പിൽ തലകുനിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ടായാലും നിങ്ങൾ നിങ്ങളുടെ ദൈവദാസനോട് പറയണം. ഞാൻ പലപ്പോഴും വിശ്വസിക്കുന്നത് സ്വന്തം സഭയിലെ വിശ്വാസിയും പാസ്റ്ററും തമ്മിലുള്ള ചില പടലപ്പിണക്കങ്ങളുണ്ട്, ചില ഗർവുകളുണ്ട്, ചില വാശികളുണ്ട്. അതുകൊണ്ട് ദൈവദാസനോട് പറയാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചുവെന്ന് ദൈവദാസനോട് പറഞ്ഞാൽ ആ ദൈവദാസൻ ആ വിശ്വാസി എന്താണ് പരിഹസിക്കുകയോ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഒരു പുരിക ചലനം കൊണ്ടോ അവനെ പരിഹസിക്കുന്നവന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായും പറയട്ടെ, ഇനി നിങ്ങളോട് എതിരിടുന്ന, നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളോട് സഹകരിക്കാത്ത ഒരു വിശ്വാസിയാണെങ്കിൽ പോലും അവൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ പരിഹരിക്കാൻ തയ്യാറായാൽ, അവൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യം നിങ്ങൾ പരിഹരിക്കാൻ തയ്യാറായാൽ, ആ വിശ്വാസി എന്ന് നിങ്ങളോട് കടപ്പെട്ടവനായിരിക്കും. നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയില്ല, നിങ്ങളെ ഒരിക്കലും ഗൗനിക്കാതിരിക്കില്ലെന്ന് എനിക്ക് ദൈവദാസന്മാരോട് പറയുവാനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു വിവരം നിങ്ങളുടെ ദൈവദാസൻ ഒഴിച്ച് ദൂരെയുള്ള ഒരാളോട് പറയുമ്പോൾ യഥാർത്ഥമാകുന്ന പരിഹാരം കിട്ടാൻ നിങ്ങളുടെ കുഞ്ഞ് നശിച്ചു പോവുകയാണ്, നിങ്ങളുടെ കുടുംബം നശിച്ചു പോവുകയാണ്, അവൻ്റെ ജീവിതം ഇല്ലാതെയായി പോവുകയാണ്. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും സഭയിലെ ദൈവദാസനോട് അത് വിളിച്ചു പറയണം. സഭയിലെ ദൈവദാസനും കുടുംബവും കൂടി നിങ്ങളുടെ ബിസികളെല്ലാം മാറ്റിവെച്ചിട്ട്, വർക്കുകളൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു ദിവസം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അവനോട് കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ നിങ്ങൾ തയ്യാറാകണം. അവനോട് കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാൻ, അവനോടുകൂടെ പുറത്തു പോകുവാൻ, അവൻ്റെ കാര്യങ്ങളെ ക്ഷമയോടെ കേൾക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവദാസന്മാരെ, നൂറുകണക്കിന് യൗവനക്കാർ കൗൺസിലിംഗ് ക്ലാസ്സുകളിൽ കടന്നു ചെല്ലുമ്പോൾ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ, ഈ ചെറുപ്രായത്തിൽ ഇവൻ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മണിക്കൂറുകളോളം അവിടെ ഇരുന്നു കൊണ്ട് നമ്മളത് കേൾക്കുവാൻ ഇടയായിത്തീരും. എനിക്ക് ദൈവദാസന്മാരോടും മാതാപിതാക്കളോടും പറയുവാനുള്ളത്, മണിക്കൂറുകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇല്ലെങ്കിൽ ഒരു വിശ്വാസി നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ മണിക്കൂറുകൾ അത് കേൾക്കുവാനുള്ള മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളുടെ ബിസിയൊക്കെ മാറ്റിവെക്കണം. ബിസിയാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ചതിക്കുഴി എന്ന് പറയുന്നത്. പിശാചിന് പ്രവർത്തിക്കുവാൻ, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ തകർച്ചയ്ക്ക് കാരണമാക്കുന്ന ഏറ്റവും വലിയ കാര്യം ബിസിയാണ്, സമയമില്ലാഴികയാണ്. അതുകൊണ്ട് തലമുറയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി നമ്മൾ എല്ലാ ബിസികളും മാറ്റിവെച്ച് ചില സമയങ്ങൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ചിലവഴിക്കണം. അങ്ങനെ ചിലവഴിക്കുമ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഞാനിപ്രകാരം ദ ജേണി എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ദ ജേണി എന്ന് പറയുന്ന തെലുങ്കാനയിലെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ ദ ജേണി എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതായത് ഒരു യൗവനക്കാരനെ തൻ്റെ മാതാവും പിതാവും പഠിപ്പിച്ച് ജോലിക്കായി അയക്കുകയാണ് ചെയ്തത്. അങ്ങനെ ജോലിക്കായി അവൻ കടന്നു പോയിട്ട് അവൻ വിവാഹത്തിനായി മടങ്ങി വരുന്നു. വിവാഹത്തിനായി മടങ്ങി വന്ന് അവൻ്റെ വിവാഹമെല്ലാം കഴിഞ്ഞ് അവൻ മടങ്ങിപ്പോകുമ്പോൾ അവൻ്റെ പെട്ടിയെടുക്കുവാനായിട്ട് ആരുമില്ല. അവൻ വന്നപ്പോൾ അവൻ്റെ പെട്ടിയെടുക്കുവാൻ ആൾക്കാരുണ്ടായിരുന്നു. എന്നാൽ അവൻ മടങ്ങിപ്പോകുമ്പോൾ അവരെല്ലാവരും അവരുടെ സീസണൊക്കെ മാറി അവരെല്ലാവരും വയലിൽ അധ്വാനിക്കുമ്പോൾ അവൻ്റെ പെട്ടിയെടുത്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ വരെ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് വരെ നടക്കാൻ ആളില്ല. അവൻ അന്വേഷിക്കുകയാണ് തൻ്റെ പെട്ടിയെടുക്കാൻ ആരാണ്. അപ്പോൾ അവൻ്റെ പിതാവ്, പ്രായമുള്ള പിതാവ് എന്ന് പറയും, നീ ഭാരപ്പെടേണ്ട, നിൻ്റെ പെട്ടി ഞാൻ എടുത്തുകൊള്ളാം. അങ്ങനെ ആ പിതാവ് ആ പെട്ടിയും തലയിലേറ്റി നടന്നു പോകുമ്പോൾ ആ പിതാവിൻ്റെ കാലിലേക്ക് അവൻ നോക്കുന്നില്ല. ആ പിതാവിൻ്റെ പിന്നാലെ അവന് നടന്നെത്താൻ കഴിയാത്ത വേഗത്തിൽ പിതാവ് നടന്ന് വേഗത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി, ബസ് സ്റ്റോപ്പിലെത്തി.
അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാനിരിക്കുമ്പോൾ അവൻ പിതാവിൻ്റെ കാലിലേക്ക് നോക്കുമ്പോൾ കാല് പൊട്ടി ചോര ഒഴുകുന്നതാണ് ചെയ്യുന്നത്. അങ്ങനെ അവൻ ആ കാല് പൊട്ടി ചോര ഒഴുകുന്ന പിതാവ് അത് തൂത്തുകളഞ്ഞിട്ട് അവൻ പറഞ്ഞു, സാരമില്ല, നിൻ്റെ കയ്യിൽ ഒരു പഴയ ഷൂ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ എന്താണ്, തൻ്റെ കാലിൽ കിടന്ന ആ ഷൂ ഒരു പിതാവിന് കൊടുത്തിട്ട് അവൻ്റെ ബാഗിലുണ്ടായിരുന്ന പുതിയ ഷൂ എടുത്ത് അവൻ ധരിക്കുമ്പോൾ ആ പിതാവിൻ്റെ കണ്ണുകൾ തിളങ്ങുകയാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു, ലക്ഷറി ബസ്സിലിരുന്നു കൊണ്ടും അവൻ്റെ ജോലിസ്ഥലത്തേക്ക് പോകുമ്പോൾ ആ മുറിഞ്ഞ കാലും കൊണ്ട് വീണ്ടും ആ മൺപാതയിലൂടെ ആ പിതാവ് തൻ്റെ ഭവനത്തിലേക്ക് നടന്നു പോകുന്ന ഒരു കാഴ്ചയോടുകൂടിയാണ് ആദ്യ അവിടെ നിർത്തുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്താണ്, ആ പിതാവിൻ്റെ കാല് മുറിഞ്ഞ് ചോര ഒഴുകുന്നത് ഒരു 3-4 കിലോമീറ്റർ അവൻ ആ പിതാവിനോട് കൂടെ നടന്നിട്ട് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് നമ്മുടെ തലമുറകൾ. അപ്പോൾ നമ്മൾ പിതാവിനെ മനസ്സിലാക്കണം, പിതാവ് മകനെ മനസ്സിലാക്കണം, മാതാവ് പിതാവിനെ മനസ്സിലാക്കണം, പിതാവ് മാതാവിനെ മനസ്സിലാക്കണം, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബത്തെ മനസ്സിലാക്കണം. അങ്ങനെ എല്ലാവരും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അകത്ത് ഇപ്രകാരമുള്ള മയക്കുമരുന്നിനും മദ്യത്തിനും മന്ത്രവാദങ്ങൾക്കും സാത്താൻ സേവകൾക്കും അവസരമുണ്ടാവുകയില്ലെന്ന് അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ക്ലാസ് റൂമുകളിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ 1 മണിക്കൂർ രാത്രി ചിലവഴിക്കണം. അപ്പോൾ ആ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഒരു ഡയഗ്നോസ്റ്റിഷ്യൻ സെൻ്ററാണ്, പ്രശ്നപരിഹാര മേഖലയാണ് ഈ ഡൈനിങ് ഹാൾ, ഇല്ലെങ്കിൽ ആ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത്. ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ട് മാതാവും പിതാവും കുഞ്ഞുങ്ങളും കൂടെ 1 മണിക്കൂർ എടുത്ത് ആഹാരം കഴിക്കുമ്പോൾ, ആഹാരം കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ചർച്ച ചെയ്യുന്ന ചർച്ചാ വിഷയങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളായിരിക്കണം. അവിടെ നിങ്ങൾക്ക് ആരോടും പറയാൻ കഴിയത്തില്ലാത്ത രഹസ്യങ്ങൾ പോലും ചുരുളഴിക്കപ്പെടണം. അങ്ങനെയുള്ള ആ ഒരു മേശമേലിരുന്ന് ആഹാരം കഴിച്ച് അതിന് പ്രശ്നപരിഹാരം പറഞ്ഞുകൊടുത്ത് പരിഹരിച്ച് നിങ്ങൾ ആഹാരം കഴിച്ചെഴുന്നേൽക്കുമ്പോൾ ആ കുടുംബം ഒരു സ്വർഗമായി മാറുമെന്ന് ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളിലെയും ഈ ഡൈനിങ് ടേബിളുകൾ, ഡൈനിങ് റൂമുകൾ ഒരു ഡയഗ്നോസ്റ്റിഷ്യൻ സെൻ്ററായി മാറത്തക്ക രീതിയിൽ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒന്നിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അവനവൻ്റെ മുറിയിലേക്ക് ഫുഡ് എടുത്തുകൊണ്ട് പോയി മൊബൈലും തോണ്ടിക്കൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്ന കുടുംബങ്ങളിലാണ് ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് കുടുംബങ്ങളെ നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം. മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. സഭാ പാസ്റ്റർമാരെ നിങ്ങൾ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. സമൂഹമേ, ഗവൺമെൻറ്, നിങ്ങൾ തലമുറകളെയും സമൂഹത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് നമുക്ക് കരം കോർത്ത് പിടിച്ച് എങ്കിൽ മാത്രമേ ഇപ്രകാരമുള്ള പ്രവണതകളിൽ നിന്നും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ തലമുറയെ രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. നമുക്ക് ഒന്നിച്ച് മുമ്പോട്ട് നീങ്ങാം. ഈ വാക്കുകൾ ഇവിടെ ഞാൻ ചുരുക്കുകയാണ്.